എല്ലാ കൂട്ടുകാർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പോകുന്നത് വെണ്ടയ്ക്ക മുളകിട്ട്. മുളകിട്ട ഐറ്റംസ്, അതായത് മുളകിട്ട കറികൾ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചോറിന് പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ. നല്ല എരിവും ഉപ്പും പുളിയും ഒക്കെയുള്ള നല്ലൊരു കറിയായത്. ഒരുപാട് ചാറൊന്നും വേണം, കുറച്ച് മതി ഇത് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുളകിട്ട കറിക്ക് പിറ്റേ ദിവസമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ പറ്റുമോ നോക്കാം. വൈകുന്നേരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം കഴിക്കാൻ പറ്റും. അപ്പോൾ അത് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ബിരിയാണി. 200 ഗ്രാം വെണ്ടയ്ക്ക ഇതേപോലെ അധികം കട്ടിയിലാണ്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവോള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് പുളി ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം നല്ലോണം കുതിർന്നതിന് ശേഷം നമുക്കത് പിഴിഞ്ഞെടുത്തിട്ട് കറിക്കാം. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക്, അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. കറിവേപ്പില, ഒരു പിടി കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി അത് ചെറുതായിട്ട് കൊത്തി നുറുക്കിയത്, ഒരു 4-5 വെളുത്തുള്ളി വലുതായതുകൊണ്ട് കുറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് അത്. പിന്നെ തക്കാളി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇഷ്ടമില്ലെങ്കിൽ അതൊന്ന് ഒഴിവാക്കിക്കോളൂ കേട്ടോ. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക മാത്രം ഇട്ട് കൊടുത്താൽ മതി, കടുവൊന്നും വറുക്കണ്ട. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോലെ കരിഞ്ഞും പോകാൻ പാടില്ല. ഏകദേശം നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ വെക്കില്ലേ, ആ അളവിലേക്ക് എത്തണ്ട. അങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ മയമൊക്കെ വറ്റിപ്പോയിട്ട് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. പച്ചയോടെ തന്നെ കറിക്കാത്തിടുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല, അതുകൊണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് അതങ്ങ് വറ്റിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ മസാല ഒന്ന് ചൂടാക്കിയെടുക്കണം. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, എരിവില്ലാത്തത്, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇനിയിപ്പം എരിവ് കൂടുതൽ വേണ്ടവർക്ക് എല്ലാം തന്നെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ആ കളറും കൂടി കുറച്ച് വരാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി. ഇത്രയും കൂടി ഇട്ടിട്ട് കരിഞ്ഞു പോകാണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഈ പൊടി ഇങ്ങനെ വറുത്തിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ കറിയിലേക്ക് ഇടുകയാണെങ്കിൽ കറിക്കൊരു കൊഴുപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ല തിക്കായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേവിക്കും നല്ലൊരു തിക്നെസ് കിട്ടും. അല്ലെങ്കിൽ വെള്ളം വേറെ കിടക്കും, നമ്മുടെ കഷ്ണങ്ങൾ വേറെ കിടക്കും. അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് വറക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പുളിക്കറി വെക്കുമ്പം, അതായത് നമ്മുടെ ഈ മുളകിട്ടത് വെക്കുന്ന സമയത്ത് ഈ ഉലുവ ഇപ്പം മസാല ചൂടാക്കിയപ്പം അതിൻ്റെ കൂടെ തന്നെ ചൂടാക്കിയിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയ്ക്ക് കൊഴുപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇപ്പം കടുക് വറക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ മുളക് കറിയൊക്കെ വെക്കുമ്പം, മുളകിട്ടത് വെക്കുമ്പം നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കാറാണ് പതിവ്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ടു. ഉള്ളി സവോള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒത്തിരി കരിഞ്ഞു പോകരുത്. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുക മാത്രമേ ചെയ്യാവുള്ളൂ. ഒത്തിരി ഫ്രൈ ആവുമല്ലോ കേട്ടോ. ഒത്തിരി ഫ്രൈ ആവണമെങ്കിൽ നമ്മുടെ ഇഞ്ചിയുടെ ഒക്കെ മണം മാറിപ്പോവും. അപ്പോൾ കറിക്കും ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ചൊന്ന് പകുതി വേവണം, അതുവരെ നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് തക്കാളിയും വെന്ത് കിട്ടും. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന വെണ്ടയ്ക്ക അതും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട്, ഉപ്പ് ഇതുവരെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പുളിവെള്ളമൊക്കെ ഒഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. സാധാരണ കറിയേക്കാളും എപ്പോഴും മുളകിട്ട കറിക്ക് ഉപ്പും പുളിയും കൂടുതലായിരിക്കും. അതുകൊണ്ട് ഉപ്പ് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. അപ്പോൾ പുളിവെള്ളം ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചേച്ചി അത്രയും അളവ് പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് മൊത്തം ഒഴിച്ചു കൊടുക്കരുത്. ഏകദേശം ഒരു പകുതി മുക്കാൽ ഒഴിച്ചിട്ട് നിർത്തുക. ചിലപ്പം അളവെല്ലാം കറക്റ്റ് ആവണമെന്നില്ല. എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പുളി ചിലപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പുളി ആദ്യം ഒഴിച്ചിട്ട്
ലാസ്റ്റ് കറി തിളച്ചതിന് ശേഷം ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് പുളി ഇനിയും വേണമെങ്കിൽ ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യമേ തന്നെ പുളി ഫുള്ളും ഒഴിച്ചു കൊടുക്കല്ലോ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഏകദേശം കുറച്ച് ചാറുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വെണ്ടയ്ക്ക മുളകിട്ടത് വയ്ക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇത്രയും ചാറ് വേണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചും കൂടി കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ മുളകിട്ട വെണ്ടയ്ക്ക കറി തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ നമുക്ക് കുറച്ച് വെക്കണം. തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ചെറിയ തീയിൽ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വറ്റി ആ കറി ഒന്ന് സെറ്റായി കിട്ടണം. ഇപ്പോൾ ഒരു 4 മിനിറ്റിന് ശേഷം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വെണ്ടയ്ക്ക മുളകിട്ടത് സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു കളറില്ലല്ലോ, ഒരു ഭംഗിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുണ്ടല്ലോ, ചൂട് പോകാൻ വേണ്ടിയിട്ട് നമുക്കിന്ന് അടച്ച് വെച്ചിട്ട് ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഈ സംഭവം ഇതേപോലെ മുകളിലൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഡാർക്ക് റെഡ് കളറിൽ കിട്ടും. അപ്പം നല്ല ടേസ്റ്റ് വേണം. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഉടനെ തന്നെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. Till then, take care. Bye bye.